എറിഞ്ഞു മേലെ മാനത്ത് ഇന്നത്തെ സ്ഥാനത്ത് ഒരു സുഖമില്ലല്ലോ. ഓ മൂക്കി കൂടെ കയറി ചേട്ടാ. ഇവളോ? ചേട്ടാ, നീ വീണ്ടും സൈറ്റ് അടിക്കാൻ വന്നാന്നോടി? അന്ന് ഞാൻ ചേട്ടനെ നോക്കിയാ സൈറ്റ് അടിച്ചത്. ചേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടാ. എന്നെ? നീ എന്താ തേങ്ങയാണ് ഈ പറയുന്നത്? ഞാനൊരു കുടിയന്, ഈ എന്നെയാണോ നീ ഇഷ്ടമെന്ന് പറയുന്നത്? നിനക്കറിയാവോ, നീ അന്ന് ആ സൈറ്റ് അടിച്ച കാരണം ഒരു ഫുൾ ബോട്ടിൽ പട്ടാളമാ കല്ലടയാട്ടി ഒളിച്ചു പോയത്. അതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സത്യമാ ചേട്ടാ ഞാൻ ഈ പറയുന്നേ. എനിക്ക് ചേട്ടനെ ഒത്തിരി ഇഷ്ടാ, പ്രത്യേകിച്ചൊരു കുടിയനെ. എനിക്ക് ചേട്ടൻ കുടിച്ചിട്ടുള്ള ആ നടത്തവും സ്റ്റൈലും വളരെ ഇഷ്ടാ. ഐ ലവ് യു ചേട്ടാ. വിരോധമില്ലെങ്കിൽ ചേട്ടന്റെ നമ്പരും തരൂ. നമ്പരോ? ഈ ഫോൺ ഞാൻ എടുത്തു. പിന്നെ മറ്റു രണ്ടുപേരും ഈ കാര്യം അറിയണ്ട. അറിഞ്ഞാ പാര വെക്കും. അതാ. ശരി. എന്റെ സ്റ്റൈൽ അവർക്ക് ഇഷ്ടപ്പെട്ടെ. ഇല്ലാത്ത കാശ് കൊടുത്ത് മീനും വാങ്ങിച്ച് കള്ളം നാറി പറ്റിച്ച് എന്തൊരു പാട് ചെയ്ത്. കൈ കഴുകുമ്പോൾ പോയാൽ മതിയായിരുന്നു. മുണ്ടേലും ആയി. തോന്നില്ലല്ലോ പണ്ടാരത്. ഭക്ഷണം കാണുന്നില്ല. ചേട്ടാ, എന്താ? ഞാൻ ചേട്ടനെ കാണാൻ വന്നയാ. എന്നെ? എന്തിന്? ഇഷ്ടമാണെന്ന് പറയാൻ. ആരെ? ചേട്ടനെ. എന്നെ? ദൈവമേ, ഞാൻ അന്നത്തെ പോലെ വീണ്ടും സ്വപ്നം കാണുവാണ്. ആള് മാറിയോ? ഞാൻ ഗിരീഷാണ്. വട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നേരത്തെ ഒരു അനുഭവം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഞാൻ കാര്യമായിട്ടാ ചേട്ടാ. നമ്മൾ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. പ്രായത്തിലല്ലല്ലോ കാര്യം ചേട്ടാ, മനസ്സിലല്ലേ? മാത്രമല്ല, തലയേറെ കുറെ നരച്ചു, വയറും ചാടി. അതൊന്നും കുഴപ്പമില്ലെന്നേ. സിനിമാ നടൻ അജിത്തിനെ കണ്ടിട്ടില്ലേ? ഉണ്ട്. പുള്ളി മൊത്തം നരച്ചിരിക്കുക. ഇതിപ്പോഴത്തെ ട്രെൻഡാ ചേട്ടാ ഈ നര. വെറുതെ ഡൈ വാങ്ങി പൈസ കളഞ്ഞു. നരച്ചിരുന്നാ മതിയായിരുന്നു. എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ചേട്ടന്റെ നമ്പർ എന്തെന്ന് ഞാൻ വിളിക്കാം. കൂടുതൽ നേരം എവിടെ നിന്നാലേ നിങ്ങളുടെ കൂട്ടുകാർ കാണും. അവര് പാര പണി. അതാ ദോ ഇരിക്കുന്നു, എടുത്തോ. ആരെങ്കിലും കാണുന്നുണ്ടോ എന്തോ. ഞാൻ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ആ കോള് പോകുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ശരി. അല്ല, ഒന്ന് നിന്നേ. എന്താ? പട്ടും പ്രാന്തും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് നിന്നെ ഒരു കാര്യം കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോളൂ ചേട്ടാ. എനിക്കൊരു ഉമ്മ തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കും. അത്രേ ഉള്ളോ? അത്രേ ഉള്ളോന്നു. പക്ഷെ ഇതൊക്കെ നിസ്സാരമാണോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഇത് നിസ്സാര. എന്നാ കണ്ണടച്ചോ. ഞാനെന്തിനാ കണ്ണടയ്ക്കുന്നേ? അതെന്റെ ഫസ്റ്റ് ടൈം കിസ്സാ. എനിക്ക് നാണം വരും. അതാ. അതിന് നാണം വരുന്ന ആള് താനല്ലേ? എനിക്കല്ല, ചേട്ടനാ നാണം വരുന്നേ. അതുകൊണ്ടാ കണ്ണടയ്ക്കാൻ പറഞ്ഞേ. എന്നാ ശരി, തന്നോ. ആദ്യ ചുംബനത്തിന്റെ മധുരം ആവോളം നുകരട്ടെ. എന്താ ഇത്ര താമസം? കൊച്ചു കള്ളിയോ അച്ഛൻ. താ. മരണമാണല്ലോ. ചക്കര ഒരു ചക്കര ഉമ്മ. എന്താ ഇത്ര താമസം? പൊട്ടാപ്പകല് സ്വപ്നം വട്ടാണ്. ഇങ്ങോട്ട് താ. താടി. ചക്കര താ. ചക്കര പെട്ടെന്ന് താ. എന്താടി ഇത്ര കട്ടി? ഈ കൊമ്പുചെല്ലി ഇപ്പൊ എവിടുന്ന് വന്നു? ആരോടാടാ? നിന്റെ ഉമ്മ. ചക്കര ഉമ്മയ്ക്ക് വരാൻ ചാണകക്കുടിയിലാണല്ലോ തല വെച്ചത്.
ആശാനെ അത് ഞാൻ ചുമ്മാ ഒരു സ്വപ്നം കണ്ടതാ. ഈ നട്ടുച്ചക്ക് കുളിക്കടവിലാണോടാ നിന്റെ ഉമ്മ ചോദിക്കല്? നീ എന്താടാ പൊട്ടനാണോടാ? എന്നാ ഞാൻ പൊക്കോട്ടെ. മീനന്റെ ദൈവമേ, ഇവനൊക്കെ ഈ ലോകത്ത് ആശാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയാണ് അവളെ ഇവിടെ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ കാണും. ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ഹലോ, ആരാ? ഞാൻ ആശയാ. എന്താ ആശ, സുഖമാണോ? സുഖമാ. ചേട്ടനോ? പരമസുഖം. കുട്ടി പറഞ്ഞ നേരാണോ? എന്നെ ശരിക്കും ഇഷ്ടമാന്ന്? ശരിക്കും ഇഷ്ടമാ? ശരിക്കും ഇഷ്ടാ. ഓ, എനിക്ക് വയ്യ. മറ്റുള്ളവരെ അറിയില്ല ചേട്ടാ. അമ്മയോട് വാൻ പറ. അതെ, ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണം. ഇപ്പൊ കാണണോ? ഞാൻ വരാലോ. അല്ല, രാത്രിയിൽ. രാത്രിയിലോ? എനിക്ക് വയ്യ. അതിനു മുമ്പ് ഒരു കാര്യം ചേട്ടൻ എനിക്ക് ചെയ്തു തരണം. പറ. എന്ത് കാര്യം? ഞാൻ വാട്സാപ്പിൽ ഒരു സാധനത്തിന്റെ പേരിട്ടിട്ടുണ്ട്. ആ, അതൊന്ന് വാങ്ങണം. അത് മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടൂ. അത് വാങ്ങണം. ദൈവമേ, എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? എന്നാ അതൊന്ന് വാങ്ങി വെക്ക്. ഞാനൊരു ദിവസം രാത്രി വിളിക്കാം. അതുമായി വന്നാ മതി. നേരാണോ? ഇപ്പം ഞാൻ വെക്കുക. അച്ഛൻ കണ്ടാ പ്രശ്നമാകും. ഓ, രാത്രി ഞാനൊരു കലക്കും. പണ്ടാണങ്ങാട്ട് പോകാന്മാരെ കാണാനില്ലല്ലോ. എന്തോ പറയാനാന്ന് പറ. പച്ചയ്ക്ക് ഇരിക്കണമല്ലോ ഇപ്പം. സുന്ദരികളാരും വീഴുന്നതുമില്ല. ഇപ്പം എന്തോ ചെയ്യും? ഇതാരാ നമ്പർ? ഹലോ, എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന് തന്നെ? കുറെ ആയി നീ നമ്പർ മാറി വിളിക്കുന്നു. എന്റെ സ്വഭാവം നീ മാറ്റരുത്. അയ്യോ ചേട്ടാ, ഞാൻ ആശയാ. ബുദ്ധിമുട്ടായോ? അയ്യോ സോറി കേട്ടോ, ആശയായിരുന്നു. ഞാൻ കരുതി അവളായിരിക്കുമെന്ന്. ആര്? ഒന്നും പറയണ്ട. എന്റെ മുറപ്പെണ്ണ ഒരുത്തിയുണ്ട്. അവളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. എത്ര പറഞ്ഞാലും അവള് കേൾക്കത്തില്ല. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും അവള് പറഞ്ഞു കിടക്കുക. അതെന്തു ചേട്ടാ? എനിക്ക് സുന്ദരിയായ ആശയെപ്പോലത്തെ ഒരു പെണ്ണിനെയാ ഇഷ്ടം. സോറി കേട്ടോ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു സഹായം ചെയ്യുമോ? ആ പറഞ്ഞോളൂ. ഒരു ദിവസം എനിക്ക് അജിയേട്ടനുമായിട്ട് കഴിയണം. ആണോ? അതിനെന്താ, എത്ര നാള് വേണേലും കഴിയാം. കൊച്ചു കള്ളി. എന്റെ ആഗ്രഹം പറഞ്ഞതാ. ആ ആഗ്രഹം ഞാൻ സബലീകരിച്ചു തരും. എന്നാൽ ഒരു കാര്യം ചെയ്. ആ, ഞാൻ വാട്സാപ്പിൽ ഒരു ഗുളികയുടെ പേരിട്ടിട്ടുണ്ട്. അതൊന്ന് വാങ്ങിവേ. ഗുളി? നമുക്കേ അന്ന് ഉപകാരപ്പെടും, പ്രത്യേകിച്ച് ചേട്ടന്. ആണോ? എന്ത് ഗുളിയെ? അതൊക്കെയുണ്ട് ചേട്ടാ. ചേട്ടൻ വാങ്ങി വെക്കേ. തൽക്കാലം അത്ര അറിഞ്ഞാ മതി. ഞാൻ വെക്കുവാ. പണ്ടാരടങ്ങാനായിട്ട് അമ്മ ആരങ്ങണ്ട സമയം. എന്ത് ഗുളിയായിരിക്കും അവള് വാട്സപ്പ് ഇട്ടിരിക്കുന്നത്? വാട്സപ്പ് ഒന്ന് നോക്കിയേക്കാം. നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. പണ്ടാരടങ്ങാൻ ഇത് ഇംഗ്ലീഷാണല്ലോ. ഇനിയിപ്പോ റപ്പായുടെ കടയിൽ പോണല്ലോ. റപ്പായെങ്കിൽ റപ്പായി ഒന്ന് പോയി നോക്കാം. കോളടിച്ചു.